നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് വീഡിയോ ചെയ്യണത് ഞാൻ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ച ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എനിക്കൊരു വീഡിയോ അയച്ചു തരുന്നതിന് ഒരു ഉസ്താദ്, പേര് അൻസാരി ഉസ്താദ്. ഞാൻ കാണാറുണ്ട് ഈ ഉസ്താദിൻ്റെ പ്രസംഗം. പക്ഷേ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോ ആണ്. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കി, ബാക്കി എന്നിട്ട് പറയാം. സൂറത്ത് 9 തൗബ അൽ അനാഫ് എന്ന് പറഞ്ഞ സൂറത്തുകളില് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ്. അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കാം. ഇവരൊക്കെയല്ലേ യഥാർത്ഥ വർഗീയവാദികൾ. എന്നാലും ചോദിക്കേ, ഇവിടെ കബീർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ, കബീർ ബാക്കി അടക്കമുള്ള ആളുകൾ പൊൻവെന്റി സ്കൂളിൽ പഠിച്ചു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ആളുകളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ്, ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ്, ഇത് തന്നെ ഏറ്റവും വലിയ വൃത്തികേട്. മനസ്സിലായ? ഇവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത്. സ്കൂളിൽ പഠിച്ചു, കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ഹിന്ദു മുസ്ലിം എന്ന് കേട്ടത്? ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ട്. അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോ സൂറത്തിൽ വളച്ചോനെ വീണ്ടും മനാഫ് മനാഫാന്ന് പറയുന്നത് രണ്ടിലൊന്ന് തീരുമാനമാക്കണം. ആരാ മനാഫ്? സ്കൂളൊക്കെ നിങ്ങൾ മുസാഫില് ഖുർആനിൽ കണ്ടെന്നുണ്ടെന്ന് പറഞ്ഞ തൗബയുടെ കൂടെ മനാഫ് ഉണ്ടെന്ന് പറഞ്ഞത്. ഏതാ ഈ മനാഫ്? ഒരു കാരണവശാലും ആകാൻ സാധ്യതയുള്ളത് മനാഫ് കുട്ടിയുമായി നല്ല പരിചയമുള്ള മനാഫാണ്. ലോറി മനാഫ്, നമ്മുടെ അർജുന്റെ മനാഫ് അങ്ങനെ പറയും. മനാഫ് അങ്ങനെ പലതും പറയും. സുഹൃത്തൊക്കെ ഇറങ്ങി നോക്കാം, ബാക്കി കേട്ടെ. എന്റെ പൊന്നാർ റിസ്വാൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മതത്തെയോ മതത്തിന്റെ ഗ്രന്ഥത്തെയോ അതിലെ അധ്യായങ്ങളെ ഒന്നും അറിയാൻ വയ്യ, അതിന്റെ പേര് പോലും പറയാൻ അറിയാൻ വയ്യ ആളുകൾ അവിടെ വന്നിട്ട് മനാഫി പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞു. എന്ത് അവസ്ഥ ആലോചിച്ച്. 1.5 കിലോ കുട്ടിയും 1/2 കിലോ റെഡോക്സും അടിച്ചോണ്ട് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്. ഇതാണ് ആ ഒരു വീഡിയോ. ഞാനിതിൽ എവിടെയില്ല, സത്യത്തിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ഞാനിത് ഒഴിവാക്കിയതാണ്. ഇത് കുറച്ചായി എനിക്ക് പലരും അയച്ചു തരുമ്പോൾ ഞാൻ കണ്ടിക്കണ്. ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച്. പറയാനുള്ള കാരണം ഉണ്ട്. അതായത് ഈ താടിയും തലപ്പാവും ഇതൊക്കെ വെച്ച് ഒരു മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ അറിയുമ്പോൾ അത് വളരെ മോശമാണ് ഉസ്താദെ. ഉസ്താദിൻ്റെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ആരെയും വ്യക്തിഹത്യ ചെയ്യലില്ല, അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ. ഉസ്താദ് ഇപ്പം എന്താ ചെയ്തത്? മനാഫ് പലതും പറയും. മനാഫല്ല ഉസ്താദെ പറയണത്, ഉസ്താദാണ് പലതും പറയണത്. ഉസ്താദ് പറയണതിന് ഒരു കയ്യും കണക്കും ഇല്ലാതായിക്കണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ, ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കിയ അടുത്തൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ജനസംഖ്യാ വർധനവ് അറിഞ്ഞില്ലേ, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചത് നല്ല ഒന്നാം തരം മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരിക. നല്ല മട്ടൻ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ നല്ല നാടൻ കോഴിയുടെ ഇറച്ചി. ഞാൻ അതും പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നല്ല ഈന്തപ്പഴം ഉണ്ടല്ലോ, നല്ല ഈന്തപ്പഴം, അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത്, ഇതൊക്കെ അങ്ങോട്ട് കഴിക്കും പ്രതീക്ഷിച്ചാതെ. എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി പോകുന്നുള്ള ഭയത്തിൽ, എങ്ങനെ ചെലവിന് കൊടുക്കുമെന്നുള്ള ആശങ്കയിൽ ആയുധം പൂജക്ക് വെക്കാതെ നേരെ വീട്ടിലോട്ട് ചെല്ലും. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നതും അവരെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്നും എന്തിനാ ഈ ആശങ്കപ്പെടുന്നത്? ഇതിനെക്കാട്ടും നല്ല സ്വന്തം വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനം വിളിച്ചിട്ട് അടിച്ചങ്ങോട്ട് വിളിക്കാൻ പറ. പിള്ളേരാകട്ടെ എല്ലാവർക്കും ചറപുറ പിള്ളേരാകട്ടെ. അല്ല, ഇതൊക്കെ നിങ്ങൾ ഇനി ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിമുകളെ റബ്ബറിട്ട് വിട്ടെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. കാരണം ഈ കഷ്ടപ്പെടുന്നവനും അധ്വാനിക്കുന്നവനൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ശരി ആശ്വാസം കിട്ടുന്നത് അവനവന്റെ സ്വന്തം ഭാര്യയോടൊപ്പം ഉള്ള ആ നിമിഷമാണ്. ഇതൊക്കെയാണ് മനുഷ്യന്റെ ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ ഇപ്പൊ ജനസംഖ്യ വർദ്ധിക്കണം, പിള്ളേർ ഒരുപാട് കൂടണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അവനവന്റെ സന്തോഷമാണ്. ഈ സന്തോഷത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താ? മറുപടി ആയിട്ട് നമ്മൾ അൻസാരി സൂരി ഉസ്താദ് നല്ല കാര്യങ്ങൾ വെടിപ്പായിട്ട് പ്രതീക്ഷ അതിന്റെ അണ്ണാക്കിൽ കയറി കൊടുത്തിട്ടുണ്ട്.
നിങ്ങളെ ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കാതെ അതെടുത്ത് ഉപയോഗിക്കൂ, രാത്രികാലങ്ങളിൽ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് ഇത്രയധികം ഹാലുകൾ എന്നത് എന്തിനാണ്? നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാലോ. ഞങ്ങൾക്ക് നിന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി തരാൻ സാധിക്കില്ലല്ലോ. നിങ്ങളുടെ വാഴ, നിങ്ങളുടെ ഉപകരണങ്ങൾ അത് വാഴപ്പിണ്ടിയായി മാറാതെ ഊർജ്ജമുള്ളതായിട്ട് കൊണ്ട് നടക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ള പൊടിക്ക് ഞാൻ കേൾക്കുന്നില്ല. ഇതാണ് ഉസ്താദ് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാ വളിക്കും വിളി കേൾക്കരുത്. കണ്ണ് കണ്ട എല്ലാ കാര്യങ്ങൾക്കും അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കല്ലേ. ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചോ. ഉസ്താദ് ഒരു കാര്യം ചെയ്താളി, ഒന്നെങ്കിൽ താടി അടിച്ച് തൊപ്പിയൊക്കെ ഒഴിവാക്കി ഒരു ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് പറഞ്ഞോളി, നോ പ്രോബ്ലം. അല്ലാതെ ഇത്തരത്തിൽ ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. ഉസ്താദായിട്ട് ഇതിന് നിൽക്കരുത്. നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഉസ്താദ്, നല്ല നല്ല കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. പക്ഷേ ഉസ്താദ് ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ വിപരീത ഫലമാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ കൂടുകയുള്ളൂ. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകോപനം ഉണ്ടാവാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉസ്താദിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഉസ്താദ് മറ്റുള്ളവരെ കളിയാക്കുന്നതിന് ഒരു പരിധി വെക്കുക. ഒരു തരത്തിലും ആ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാനില്ലാത്തതാണ്. അപ്പം മനാഫ് പലതും പറയുന്നുള്ളത് ഒക്കെ പറയുമ്പോൾ ആ ഒരു ഗണത്തിൽ കൂട്ടിയാൽ മതി. ഇതിനെയും ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്, ഉസ്താദ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മറ്റുള്ള മതങ്ങളെ വേദനിപ്പിക്കാതെ, മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കാതെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഉസ്താദിന് മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്, ഈ ഒരു വീഡിയോ 2 വീഡിയോ ഒഴിവാക്കാമായിരുന്നു.